നമസ്കാരം. അതിവിടെ അടുത്ത് തന്നെ ഉണ്ട്, തൊട്ടടുത്ത് തന്നെ. എന്താണെന്നല്ലേ, നമുക്കൊരു കഥയിലൂടെ തുടങ്ങാം. കിളിമാനൂർ ദിവാകരന്റെ ഒരു കഥയാണ്. നമുക്കതിലൂടെ തുടങ്ങാം. ആർക്കോ എന്തോ എന്നോടെന്തോ പറയാനുണ്ട്. ആ ആൾ എന്നോ മരിച്ചുപോയി. എന്നോട് പറയാനുണ്ടായിരുന്ന സന്ദേശം എന്നോട് പറയുന്നതിന് മുൻപ് തന്നെ പെട്ടെന്നുണ്ടായ ഒരു മരണത്തിൽ അത് പോയി. അതായത് എന്നോട് പറയാനുണ്ടായിരുന്ന കാര്യം അദ്ദേഹത്തിന്റെ മരണം മൂലം എനിക്ക് കിട്ടിയില്ല. ആ സന്ദേശം എന്താണെന്ന് എനിക്ക് അറിയാൻ സാധിച്ചില്ല. എന്നാൽ എന്താ, പറയാനുള്ള ആ സന്ദേശം ഇവിടെയെല്ലാം ചുറ്റി തിരിയുന്നുണ്ട്. പക്ഷെ അത് കേൾക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. ഈ ഒരു അനുഭവം നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഏതോ ഒരു അജ്ഞാത ശബ്ദം നിങ്ങൾക്ക് ചുറ്റും കറങ്ങുന്നതായി നിങ്ങൾക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഈ ഒരു അനുഭവം നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഏതോ ഒരു അജ്ഞാത ശബ്ദം നിങ്ങൾക്ക് ചുറ്റും കറങ്ങുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെട്ടിരിക്കാം. ഒരു നായ ആകാശത്തേക്ക് നോക്കിയിരുന്ന് അകാരണമായി ഊരിയിടുമ്പോൾ, ഏതോ ഒരു പക്ഷി പെട്ടെന്ന് ചിലയ്ക്കുമ്പോൾ, ഒരു കറുത്ത കാക്ക നിങ്ങളുടെ വീട്ടുമുറ്റത്തെ മരച്ചില്ലയിലോ മാവിൻ കൊമ്പിലോ അല്ലെങ്കിൽ മതിലിലോ എവിടെയെങ്കിലും പറന്നിറങ്ങി ഇരുന്ന് തല ചരിച്ചു നോക്കി നിങ്ങളെ തുറച്ചു നോക്കിക്കൊണ്ട് അസാധാരണമായ ശബ്ദത്തിൽ, ഒരു കറകറ ശബ്ദത്തിൽ അത് കീറി വിളിക്കുന്നുണ്ടെങ്കിൽ, പണ്ടെന്നോ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചുപോയതിന്റെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവപ്പെടും. അതെ, ഒരു അജ്ഞാത ശബ്ദം നിങ്ങൾക്ക് കൈമാറാനുള്ള മരണപ്പെട്ട ഒരാളിന്റെ വരവറിയിപ്പാകാം ഇത്. നോക്കൂ, രാവിന്റെ നിശബ്ദതയിൽ ഒരു മൂങ്ങയുടെ അർത്ഥം വെച്ചുള്ള മൂളൽ, ഒരു കൂമന്റെ ഇടയ്ക്കിടെ സ്വരം മാറ്റിയുള്ള ചിലയ്ക്കൽ, ഇതൊക്കെ നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളെ ചുറ്റിപ്പറ്റി മരിച്ചുപോയ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുടെ ഏതോ ഒരു സന്ദേശം, ഏതോ ഒരു ശബ്ദം, അദൃശ്യമായ സാന്നിധ്യം നിങ്ങളോട് പറയാൻ ഉഴറുകയാകാം. സുഹൃത്തെ, ഞാനിത് പറഞ്ഞു തീരും മുമ്പേ, ഈ സന്ദേശം നിങ്ങളുടെ കയ്യിൽ എത്തും മുമ്പേ ചിലപ്പോൾ ഞാൻ മരണപ്പെട്ടിട്ടുണ്ടാകും. എങ്കിലും നിങ്ങളുടെ കയ്യിൽ എത്തും. അത് എന്റെ മരണാനന്തരം നിങ്ങളെ തേടി വരും തീർച്ചയായും. വെറും ശബ്ദമായി, മഞ്ഞുകട്ടയേക്കാൾ തണുത്തുറഞ്ഞ ഒരു ശബ്ദമായി നിങ്ങളിൽ തേടി വരും. അപ്പോൾ കഥ അവിടെ നിൽക്കട്ടെ. ഈ അടുത്ത സമയത്ത് നെയ്യാറ്റിൻകരയിൽ മണികണ്ഠൻ എന്ന ഗോപൻ സ്വാമിയായി. അദ്ദേഹത്തിന്റെ മക്കൾ അദ്ദേഹത്തെ സമാധിയാക്കി. അപ്പോൾ മരണപ്പെട്ട ഒരു മൃതദേഹം സംസ്കരിച്ച് കഴിഞ്ഞ് ശാസ്ത്രത്തിന്റെ കണ്ണിൽ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാടിൽ ഒരു മൃതദേഹം, മരണപ്പെട്ട ഒരാളിന്റെ മൃതദേഹം സംസ്കരിച്ച് 24 മണിക്കൂറിനുള്ളിൽ ശരീരം ജീർണിക്കാൻ തുടങ്ങും, അഴുകാൻ തുടങ്ങും, ദുർഗന്ധം പുറപ്പെടുവിക്കും. ഇതിൽ ആകൃഷ്ടരായി ഉറുമ്പുകളും ചെറുജീവികളും പ്രാണികളും ഇനി സൂക്ഷ്മജീവികളും എല്ലാം എത്തിത്തുടങ്ങും. 3-ാം ദിവസം സംസ്കരിച്ച ആളിന്റെ മൃതദേഹത്തിന്റെ മൂക്കുകൾ ജീർണിച്ചു തുടങ്ങും, പൂർണ്ണമായും ജീർണിക്കും. 6-ാം ദിവസം മുതൽ നഖങ്ങൾ കൊഴിഞ്ഞു തുടങ്ങും. 9-ാം ദിവസം മുതൽ മുടികളും ശരീരത്തിന്റെ രോമങ്ങളും
ഈ തലമുടിയും എല്ലാം കൊഴിഞ്ഞു തുടങ്ങും. മൃതദേഹത്തിന്റെ സകല രോമങ്ങളും കൊഴിഞ്ഞ് വയർ വീർക്കാൻ തുടങ്ങും. 17-ാം ദിവസം വയർ പൊട്ടി ആന്തരിക അവയവങ്ങളെല്ലാം പുറത്തു ചാടും. 60 ദിവസത്തിനു ശേഷം ശരീരത്തിലെ മാംസങ്ങളെല്ലാം ദ്രവിച്ചു പോയി എല്ലാം ജീർണിച്ച് വെള്ളം പോലെയായി ഈ പുഴുക്കളും ഉറുമ്പുകളും സൂക്ഷ്മജീവികളും എല്ലാം ഭക്ഷിച്ച് രാസപ്രവർത്തനം നടന്ന് അത് വെറും അസ്ഥികൂടമായി മാറും. 90 ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ അസ്ഥികളിലെ എല്ലാ ജോയിൻസുകളും ലൂസായി തുടങ്ങും, പരസ്പരം വേർപെട്ട് തുടങ്ങും. 1 വർഷത്തിന് ശേഷം എല്ലാ എല്ലുകളും അലിഞ്ഞ് മണ്ണിനോട് ചേർന്ന് തുടങ്ങും. അങ്ങനെ സംസ്കരിച്ച ആ മൃതദേഹം മാഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ പ്രകൃതി മായ്ച്ചു കളയുന്നു. ഇതാണ് ഒരു മനുഷ്യ ശരീരം, ഒരു മൃതശരീരം അടക്കിയാൽ മണ്ണിൽ അലിഞ്ഞു ചേരുന്ന ഒരു പ്രോസസ് ശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാടിൽ. ഇനി സമാധിയാക്കിയ ആ ഗോപൻ സ്വാമിയും ഇതേ അവസ്ഥ ആയിട്ടുണ്ടാകും. എത്രത്തോളം ശക്തിയും ബുദ്ധിയും ധീരതയും അഹങ്കാരവും അഭിമാനവും സമ്പത്തും സ്വത്തും ആത്മാഭിമാനവും എല്ലാം ഉണ്ടായിരുന്ന നമ്മളല്ലേ ഇപ്പോൾ ആ അവസ്ഥയിലായത്? അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതെല്ലാം ഉപേക്ഷിച്ച് മണ്ണിനടിയിൽ ജീർണിച്ച നിലയിൽ അവിടെ നമ്മളോടൊപ്പം ആരുമില്ല. അങ്ങനെ ഒരു നാൾ മണ്ണിലേക്ക് അലിഞ്ഞു ചേരേണ്ടവരാണ് എല്ലാ മനുഷ്യരും. ഈ ഒരു പ്രപഞ്ച സത്യം എല്ലാവരും ഒന്ന് തിരിച്ചറിയുക. പിന്നെ എന്തിനാണ് നമ്മൾ പോരാ പോരാ എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ പറ്റിച്ചും വഞ്ചിച്ചും സമ്പത്തുകളും സ്വത്തുക്കളും എല്ലാം വാരിക്കൂട്ടി ഒന്നും മനസ്സ് തുറന്ന് ചിരിക്കാൻ പറ്റാതെ സമൂഹത്തിന് ചേരാത്ത പ്രവർത്തികൾ ചെയ്തും, ശ്വാസമൊന്ന് നിലച്ചാൽ 24 മണിക്കൂറിനുള്ളിൽ ഈ അവസ്ഥയിലെത്തുന്ന മനുഷ്യ ശരീരമാണ് നമ്മളുടേത്. എന്തിനാണ് അങ്ങനെ? പിന്നെ ജീവിച്ചുകൊണ്ട് എന്താണ് അർത്ഥം വരുന്നത്? നമ്മൾ മറ്റുള്ളവരുടെ സ്വത്തുക്കളെല്ലാം നമ്മളുടെ കീശയിലാക്കണം, എല്ലാം നമ്മുടെ വരുതിയിലാക്കണം, മറ്റുള്ളവനെ എങ്ങനെയെങ്കിലും പറ്റിക്കണം എന്നൊരു ചിന്തയോടുകൂടി എങ്കിലും ചില മനുഷ്യർ ജീവിക്കുന്നുണ്ടാവും. അങ്ങനെയാണ് സ്വത്തുക്കളെല്ലാം കൂടുതലും സമ്പാദിക്കുന്നത്. ഇപ്പോഴത്തെ സൈബർ തട്ടിപ്പുകാരെ കണ്ടില്ലേ? ഒരു നിമിഷം കൊണ്ട് നമ്മുടെ പോക്കറ്റിലെ പണം അവരുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നു. നിമിഷ നേരം നമ്മൾ ഒന്ന് കണ്ണ് തെറ്റിയാൽ മതി, എല്ലാം നമ്മളുടെ പ്രത്യക്ഷമായി പോകും, എല്ലാ സ്വത്തുക്കളും. അങ്ങനെ കൂട്ടിവെച്ച സ്വത്തുക്കൾ എല്ലാം നമ്മൾ ഇവിടെ ഉപേക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ മണ്ണിലേക്ക് പോകുന്നത്. അങ്ങനെ ഈ പുഴുകേറുന്ന മാംസവും ജീർണിക്കുന്നതുമായ മാംസവും പേറിക്കൊണ്ട് നമ്മൾ എന്തിനാണ് മറ്റുള്ളവരുടെ മുന്നിൽ ഇത്ര സൗന്ദര്യം കാണിച്ചും എൻ്റെ തൊലിവെളുപ്പ് കാണിച്ചും, എനിക്ക് ദാടിയുണ്ട്, മീശയുണ്ട്, എൻ്റെ കണ്ണ് കണ്ടോ, മൂക്ക് കണ്ടോ, ഇതെല്ലാം കാണിച്ച് ബ്യൂട്ടി പാർലറിൽ പോയി വേണ്ടാത്ത ഫേഷ്യലും അതും ഇതും എല്ലാം ചെയ്ത് മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ സൗന്ദര്യവതിയാണ്, സൗന്ദര്യവാനാണെന്ന് എന്ന് തെളിയിക്കാൻ വേണ്ടി എന്തുമാത്രം പണം നമ്മൾ ചിലവഴിക്കുന്നു? മറ്റാർക്കും 5 പൈസ സഹായിക്കില്ല. ആ പണമെല്ലാം ബ്യൂട്ടി പാർലറിലും അവിടെയും ഇവിടെയും ഒക്കെ വെറുതെ ചിലവഴിക്കുകയാണ്. ജീർണിച്ച് പോകേണ്ടതാണ് ഈ ശരീരം. അങ്ങനെ നമ്മൾ മാന്യന്മാരാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വളരെ എളുപ്പമാണ്. എന്നാൽ നമ്മുടെ മനസാക്ഷിയെ പറ്റിക്കാൻ ഒരിക്കലും സാധിക്കില്ല. അങ്ങനെ ഒരു ജീർണിച്ച മാംസമെല്ലാം പോയി ഒരു നമ്മുടെ തലയോട്ടി ആവുന്നതിന് മുമ്പ് നിങ്ങൾ ചിന്തിച്ച് ഇതെല്ലാം പ്രവർത്തിക്കണം. അപ്പോൾ കഥ എവിടെ നിൽക്കട്ടെ? ഈ കഥ എന്നോട് പറഞ്ഞത്, എനിക്ക് തന്നത് കിളിമാനൂർ ദിവാകരൻ എന്ന ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹം എഴുതിയ ഒരു
ചെറുകഥയിലെ ഒരു ഭാഗമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്. വളരെ അർത്ഥവത്തായ വാക്കുകൾ ആണ്. അതുകൊണ്ടാണ് ഇവിടെ പറയാനുള്ള ഒരു ഉദ്ദേശമുണ്ടായത്. എന്തായാലും മനുഷ്യ ശരീരത്തിലെ പ്രവർത്തനങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അത് കണ്ടും കേട്ടും പ്രവർത്തിച്ചും മുന്നോട്ട് പോവുക. ഒരു മനുഷ്യ ശരീരത്തിലെ മാംസം ദ്രവിച്ചു പോയാൽ എങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങൾ കണ്ടല്ലോ. ഇങ്ങനെ ഇരിക്കും. ആ ശരീരത്തെ പിന്നെ ആരും ഇഷ്ടപ്പെടില്ല. മനുഷ്യന് മാംസം ഉള്ളപ്പോൾ മാത്രമേ നിങ്ങളൊരു മനുഷ്യനെ ഇഷ്ടപ്പെടുകയുള്ളൂ. മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് മാംസം ദ്രവിച്ചു പോയാൽ പിന്നെ ആ ഒരു അസ്ഥികൂടത്തെ ആർക്കും വേണ്ട, ആരും ഇഷ്ടപ്പെടില്ല. മെഡിക്കൽ കോളേജുകളിൽ പഠിക്കാൻ വേണ്ടി മാത്രം ഈ അസ്ഥികൂടം ഉപയോഗിക്കും. പിന്നെ അതല്ലെങ്കിൽ ജീർണിച്ച് ഒരു വർഷം കഴിയുമ്പോൾ മണ്ണിനോട് അലിഞ്ഞു ചേർന്ന് പോകും, ഇല്ലാതാവും. ഒരു മനുഷ്യൻ ഇവിടെ ജീവിച്ചിരുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവ് പോലും ഇല്ലാതെയാവും. അപ്പോൾ ഈ അഹങ്കാരമെല്ലാം കളഞ്ഞ് ചെറിയൊരു അഹങ്കാരത്തോടുകൂടി ജീവിക്കുക, ചിന്തിച്ച് ജീവിക്കുക. നമ്മളും ഇതുപോലെ ആകും എന്ന് ഒരു തിങ്കിങ് എപ്പോഴും വേണം. ഇനിയൊരു ചിന്തയുമായി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരെ നമസ്കാരം.